ശ്രീകൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പോൾ നമ്മൾ 53-ാമത്തെ ശ്ലോകം, അതായത് അധ്യാത്മകാന്ഡം 2-ാം സർഗ അയോധ്യാകാന്ഡം 2-ാം സർഗം 53-ാമത്തെ ശ്ലോകമാണ് വെച്ചാൽ അതിലെന്താണ്, ഈ മന്ധര വിവരം അറിഞ്ഞു. ആര് പുറത്ത് ഈ അലങ്കാരങ്ങളും കൊടിക്കൂറകളും ഒക്കെ കണ്ടപ്പോൾ ഒരു ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ ധാത്രിയോട്, അവിടെയുള്ള വേറൊരു സ്ത്രീയോട് ചോദിച്ചപ്പോൾ പറഞ്ഞുവല്ലോ നാളെ ശ്രീരാമൻ്റെ അഭിഷേകമാണ്. അപ്പോൾ ഊട്ടിപ്പോയി കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക്. എന്നിട്ട് എന്താ കൈകേയിയോട് പറഞ്ഞ, ഭാഗ്യം കെട്ടവളെ, ആലോചനയില്ലാത്തവളെ, പരുഷമായിട്ടുള്ള വാക്കുകളാണ്. എന്താ നീ ഇങ്ങനെ കിടക്കണേ? നിനക്കിതാ നിന്നെ തീർത്താത്തീരാത്തൊരു ഭയം, നിൻ്റെ അടുത്തെത്തിയിരിക്കുന്ന ഒരു ആപത്ത്, അതിന് അതിസുന്ദരിയാണെന്നുള്ള ഭാവത്തിൽ നീ ഞെളിഞ്ഞ് നടക്കണ്ട. ഈ വല്ലതും അറിയണുണ്ടോ വരാൻ പോകുന്ന ആപത്തിനെ പറ്റി എന്നാണല്ലോ ചോദിച്ചത് അല്ലേ മന്ധര. അപ്പോൾ 54, 55, 56, 57 4 ഒരുമിച്ചാണ്. രാമസ്യാനുഗ്രഹാദ്രാജ്ഞഃ ശോഭിഷേകോ ഭവിഷ്യതി തച്ഛ്രുത്വാ സഹസോത്ഥായ കൈകേയി പ്രിയവാദിനി. തസ്യൈ ദിവ്യം ദദൗ സ്വർണ്ണനൂപുരം രത്നഭൂഷിതം ഹർഷസ്ഥാനേ കിമിതി മേ കഥ്യതേ ഭയമാഗതം. ഭരതാദധികോ രാമ പ്രിയകൃന്മേ പ്രിയം വദ കൗസല്യാം മാം സമം പശ്യൻ സദാ ശുശ്രൂഷതേ ഹി മാം. ഇപ്പം കൈകേയിയുടെ മനസ്സൊട്ടും കലുഷമായിട്ടില്ലേ. രാമാത് ഭയം കിമാപന്നം തവ മൂഢേ വദസ്വമേ. അങ്കിടും വിളിച്ചു മൂഢേന്ന്. തച്ഛ്രുത്വാ വിഷസാദാഥ കുബ്ജ കാരണവൈരിണി. എന്താ അറിയോ, രാജ്ഞ അനുഗ്രഹാത്, രാജാവിൻ്റെ അനുഗ്രഹം കൊണ്ട് രാമസ്യ അഭിഷേക ച ഭവിഷ്യതി. അതായത് ദശരഥൻ്റെ ആഗ്രഹപ്രകാരം തന്നെയാണ് രാമൻ്റെ അഭിഷേകം നാളെ ഉണ്ടാവും. തച്ഛ്രുത്വ സഹസാ ഉത്ഥായ, നാളെ ദശരഥൻ്റെ ആഗ്രഹപ്രകാരം നാളെ ശ്രീരാമൻ അഭിഷേകം ചെയ്യുന്ന അങ്ങോട്ട് കേട്ടപ്പോൾ സഹസാ ഉത്ഥായ ചാലോ, പെട്ടെന്ന് കിടക്കുകയാണ് പറഞ്ഞില്ലേ, കിടക്കണോടത്തുനിന്ന് അങ്ങോട്ട് നീട്ടു. പ്രിയവാദിനി കൈകേയി, എപ്പോഴും പ്രിയം മാത്രം പറയുന്ന ആ കൈകേയി, തസ്യൈ അവളോട് രത്നഭൂഷിതം ദിവ്യം സ്വർണ്ണനൂപുരം. സന്തോഷമായിട്ട് ഈ മന്ധരല്ലേ ഇപ്പം ഇത് പറഞ്ഞത്, മന്ധരയ്ക്ക് രത്നം കൊണ്ട് ഒരു രത്നം പതിച്ച് സ്വർണം കൊണ്ടുള്ള ഒരു കാൽത്തള നൂപുരം, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക പാദസരം, രത്നമൊക്കെ പതിച്ച് നല്ല സ്വർണം കൊണ്ടുള്ള നിറച്ച് നല്ല ദിവ്യമായിട്ടുള്ള രത്നങ്ങൾ പതിച്ച ഒരു നൂപുരം എന്താ ദദൗ വേഗം കൊടുത്തു മന്ധരയ്ക്ക്. മന്ധര ഈ കൂനിക്ക് ആവശ്യമൊന്നുമില്ല, വയസ്സുമായിരുന്നു. പക്ഷെ എന്നാലും രാമൻ്റെ അഭിഷേകമാണ് നാളെ എന്നുള്ള ആ നല്ല വർത്തമാനം പറഞ്ഞ് കേട്ടതിൻ്റെ സന്തോഷം കാണിക്കാനായിട്ട് കൈകേയി നല്ലൊരു സ്വർണ്ണ പാദസരം, രത്നം പതിച്ച പാദസരം ഉടനെ മന്ധരയ്ക്ക് കൊടുത്തു. അത്ര സന്തോഷമായി, അത്ര ഇഷ്ടമാണ് രാമനെ. ഹേ മേ ഹർഷസ്ഥാനി, എൻ്റെ സന്തോഷം, അതായത് എൻ്റെ ഹൃദയത്തിൽ ഭയം ആഗതം ഇതി, ഭയം വന്നിരിക്കുന്നുവെന്ന് കിം കഥ്യതേ. ശ്രീരാമനെ അഭിഷേകം ചെയ്യുമ്പോൾ എനിക്കെന്തിനാ ഭയം? നീ എന്താ ഇപ്പം അങ്ങനെ പറഞ്ഞത്? രാമൻ മേ ഭരതാദധികം, എനിക്ക് ഭരതനേക്കാളും പ്രിയകൃത് പ്രിയം വധ, പ്രിയം എനിക്ക് വേണ്ടി പ്രിയം ചെയ്യുന്നവനും അതെ, എനിക്ക് വേണ്ടി പ്രിയം പറയുന്നവനുമാണെന്ന്. എന്നോട് ഭരതൻ നന്നായി പെരുമാറുന്നേക്കാളും എന്നോട് എപ്പോഴും രാമനാണ് എന്നോട് എപ്പോഴും നല്ല വാക്ക് പറയുക, എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക, ഒക്കെ രാമനാണ്. ഭരതനാണ് എൻ്റെ മകൻ ചാൽ പോലും. അങ്ങനെയുള്ള ഒരാളെ അഭിഷേകം ചെയ്യാണെന്നുള്ള വാർത്ത കേട്ടാൽ എനിക്കെന്തിനാ ഭയം? നീ എന്താ പറയണേ? കൗസല്യ മാം സമം പശ്യൻ, രാമൻ കൗസല്യം എന്നെയും ഒരേപോലെ കാണുന്ന ഒരാളാണ്.
അപ്പം എൻ്റെ മകനെ പോലെ തന്നെയാണ്. സദാ മാം ശുശ്രൂഷതേഹി, എപ്പോഴും എനിക്ക് വേണ്ടതൊക്കെ ചെയ്യും. കൗസല്യക്ക് ചെയ്യണ പോലെ. മൂഢേ, അങ്കിളും വിളിച്ചു, നിനക്കൊന്നും അറിയില്ല, നീ ശരിക്കെന്നൊരു അറിയില്ലാത്ത ആളാണ്. തവ രാമാത് കിം ഭയം മാപന്നം, നിനക്ക് രാമനിൽ നിന്ന് എന്ത് ഭയം ഉണ്ടാവുക? മേ വദസ, എന്നോട് പറയൂ. തശ്രുത്വ, അത് കേട്ടിട്ട് കാരണവൈരിണി കുബ്ജ, അതായത് ഇപ്പം ഇതൊക്കെ സരസ്വതി ദേവി എന്ന് പറയിപ്പിക്കുകയാണല്ലോ ചെയ്തത്. അപ്പം കാരണശത്രുവായിരിക്കുന്ന കുബ്ജ അഥ വിഷസാദ, സങ്കടത്തോടു കൂടി പറഞ്ഞു. വിഷസാദ വെച്ചാൽ ദുഃഖിച്ചു. കാരണം കൈകേയിക്ക് ഒരു സങ്കടം ഇല്ല എന്ന് കണ്ടപ്പോൾ മന്ധരയ്ക്ക് ദുഃഖമായി. അപ്പോൾ ഈ ദശരഥ മഹാരാജാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നാളെ രാമാഭിഷേകം നടക്കുമെന്ന് പറഞ്ഞ ഉടനെ കൈകേയി കിടക്കുകയായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് നീട്ടിട്ട് ആ കേട്ട സന്തോഷത്തിൽ ഈ മന്ധരയ്ക്കൊരു രത്നം പതിച്ച എന്താ പറയുക, ഒരു പാദസരം കൂടെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത്ര സന്തോഷിക്കാനുള്ള ഒരു കാര്യമാണ് നീ എന്നോട് പറഞ്ഞത്. എനിക്കിപ്പോൾ ഇതിൽ എന്താ ഭയം ഉണ്ടാവുക? എന്താ കാരണം അങ്ങനെ പറയാൻ? രാമൻ ഭരതനേക്കാളും എനിക്ക് പ്രിയമുള്ളവനാണ്. എപ്പോഴും എന്നോട് നല്ല വാക്കുകൾ പറയും, നല്ല കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യും. കൗസല്യയും എന്നെയും ശ്രീരാമനും ഒരുപോലെയാണ്. മാത്രമല്ല എന്നെ അത്രയധികം ശുശ്രൂഷിക്കും, സ്വന്തം അമ്മയെ ശുശ്രൂഷിക്കുന്ന പോലെ. നിനക്ക് വല്ലതും അറിയോ? എന്താ ഇപ്പോൾ ഒരു ഭയം ഉണ്ടാവാനുള്ളത്? എന്നോട് പറയൂ. അത് പറഞ്ഞു കേട്ടപ്പോൾ സരസ്വതിദേവിയല്ലേ നാവുമ്പിൽ വേഗം കുബ്ജയ്ക്ക് ദുഃഖമായി. അയ്യോ, കൈകേയിക്ക് വിഷമം വെച്ചിട്ട് എന്നിട്ട് പറയാൻ ഭാവിച്ചു. അപ്പോഴാണ് സരസ്വതി ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം മന്ധരയ്ക്ക്. എന്താണ്, കൈകേയി ഇതൊരാപത്താണെന്ന് കൺവിൻസ് ചെയ്യണമല്ലോ, അതിന് സരസ്വതി ദേവിയുടെ സഹായം വേണം. അതാണ് ഇനി 58 ആദ്യത്തെ 54, 55, 56, 57 വായിച്ചിട്ട് 58, 59 പോവാം. രാമസ്യാനുഗ്രഹാത് രാജ്ഞഃ ശ്വഭിഷേകോ ഭവിഷ്യതി. ശ്വഹന നാളെ അല്ലേ, ശ്വഭിഷേകോ ഭവിഷ്യതി. തച്ഛ്രുത്വാ സഹസോത്ഥായ കൈകേയി പ്രിയവാദിനി തസ്യൈ ദിവ്യം ദദൗ സ്വർണ്ണനൂപുരം രത്നഭൂഷിതം. ഹർഷസ്ഥാനേ കിമിതി മേ കഥ്യതേ ഭയമാഗതം. ഭരതാദധികോ രാമ പ്രിയകൃന്മേ പ്രിയം വദ. കൗസല്യം മാം സമം പശ്യൻ സദാ ശുശ്രൂഷതേ ഹി മാം. രാമാത് ഭയം കിമാപന്നം തവ മൂഢേ വദസ്വ മേ. തച്ഛ്രുത്വാ വിഷസാദാഥ കുബ്ജ കാരണവൈരിണി. ഇനി നമുക്ക് 58, 59 ചെയ്യാം കേട്ടോ. ശൃണു മദ്വചനം ദേവി യഥാർത്ഥം തേ മഹദ്ഭയം. ത്വാം തോഷയൻ സദാ രാജാ പ്രിയവാക്യാനി ഭാഷത്തെ. കാമുകോ തഥ്യവാദി ച ത്വം വാചാ പരിതോഷയൻ. കാര്യം കരോതി തസ്യാ വൈ രാമമാതു സുപുഷ്കലം. ദേവി മദ്വചനം ശൃണു, എൻ്റെ വാക്കൊന്ന് നീ കേൾക്കൂ. തേ മഹദ്ഭയം യഥാർത്ഥം, അതായത് കൈകേയിക്ക് നിങ്ങൾക്ക് മഹാഭയം ഭയക്കേണ്ട ഒരു സന്ദർഭമാണെന്നുള്ളത് സത്യമാണ്, യഥാർത്ഥം. ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിനക്ക് ഭയപ്പെടേണ്ട ഒരു സ്ഥിതി വന്നു ചേർന്നിരിക്കുന്നു. രാജാ സദാ ത്വാം തോഷയൻ, രാജാവ് എപ്പോഴും കൈകേയിയെ സന്തോഷിപ്പിക്കുന്ന ഒരാളാണല്ലോ സ്വതവേ. കൈകേയി വലിയ ഇഷ്ടമാണ്. പ്രിയവാക്യാനി ഭാഷത്തെ, എപ്പോഴും കൈകേയിയുടെ നല്ല വാക്യങ്ങളൊക്കെ പറയണു നിന്നോട്. കാമുക അതഥ്യവാദീച്ച, നിന്റെ കാമുകനാണ്, അസത്യവാദിയാണ്. വാചാത്വാം പരിതോഷയൻ, വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കുകയാണ് നിന്നെ. രാമമാതുഹു തസ്യ കാര്യം സുപുഷ്കരം കരോതി വൈ. രാമൻ്റെ അമ്മയായിട്ടുള്ള കൗസല്യയുടെ കാര്യത്തിലാണ് ശരിക്ക് ദശരഥന് ശുഷ്കാന്തിന്ന് അങ്ങനെയാണ് പറയണത്. എന്താ പറയണ അറിയോ? ഇത് ശരിക്കെന്നെ ഹേ ദേവി, ഇത് ഞാൻ പറയണത് ശരിക്ക് കേൾക്കൂ. ഇത് ശരിക്ക് നിനക്ക് ഭയം
നീ ഭയപ്പെടേണ്ട ഒരവസ്ഥ തന്നെയാണ്. അത് സത്യമാണ്. എന്താ വെച്ചാൽ പിന്നെ നിന്നെ സന്തോഷിപ്പിക്കാനായിട്ട് എപ്പോഴും ദശരഥൻ നിന്നെ സന്തോഷിപ്പിക്കാനായിട്ട് നല്ല വാക്കുകളൊക്കെ പറയും, സേവയൊക്കെ പറയും നിന്നോട്. നിൻ്റെ കാമുകനുമാണ്. പക്ഷേ ഒട്ടും സത്യമുള്ള ആളല്ല നിൻ്റെ. കാരണം നിന്നോട് ശരിക്കും ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നിന്നെ സന്തോഷിപ്പിക്കുന്നല്ല. നീ ശരിക്കും എന്താ കാരണം വെച്ചാൽ ഇങ്ങനെ നിന്നെ വാക്കുകൊണ്ട് സന്തോഷിപ്പിച്ചിട്ട് ഒരു ഭാഗത്ത് ഇപ്പം എന്താ ചെയ്യണേ, രാമൻ്റെ അമ്മയായിട്ടുള്ള കൗസല്യയുടെ കാര്യങ്ങളാണ് ശരിക്ക് വേണ്ട പോലെ നടത്തി കൊടുക്കണത്. നിന്നോട് നന്നായിട്ട് പെരുമാറും, നിന്നെയാണ് അധികം ഇഷ്ടം എന്നൊക്കെ കാണിക്കും. എന്നിട്ടിപ്പോൾ നോക്കൂ, കൗസല്യയുടെ മകൻ രാമനെയാണ് അഭിഷേകം ചെയ്യിക്കണ വെച്ചാൽ എന്താ, കൗസല്യക്ക് ഇഷ്ടമുള്ളതാണ് ചെയ്തു കൊടുക്കണത്. യഥാർത്ഥത്തിൽ നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിന്നോട് സേവ പറയും, നിന്നോട് സ്നേഹമുണ്ടെന്ന് കാണിക്കുകയും ചെയ്യും വെച്ചാലും യഥാർത്ഥത്തിൽ അസത്യവാദിയാണെന്ന്. മീൻസ് ഒട്ടും സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല, സത്യമല്ല കാണിക്കണത്. നിന്നോടുള്ള പെരുമാറ്റം ശരിക്ക് യഥാർത്ഥമല്ല. ശരിക്കും ഉള്ളിൽ കൗസല്യാണ് ഇഷ്ടം. അതുകൊണ്ടാണ് കൗസല്യയുടെ മകനെ ഇപ്പോൾ അഭിഷേകം ചെയ്യാൻ. അപ്പോൾ നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, നിന്നെയാണ് അധികം ഇഷ്ടം എന്നുള്ള അതന്നെ പറഞ്ഞു ഇൻഡയറക്റ്റായിട്ട്, അല്ലേ? സരസ്വതി ദേവിയുടെ സഹായം നോക്കൂ. ശൃണുമദ്വചനം ദേവി യഥാർത്ഥം തേ മഹദ്ഭയം ത്വാം തോഷയൻ സദാ രാജ പ്രിയവാക്യാനി ഭാഷത്തെ. നിന്നെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞൊക്കെ സുഖിപ്പിക്കുന്നുണ്ട്. പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യണതൊക്കെ കൗസല്യയ്ക്ക് വേണ്ടിയിട്ടാണ്. കാമുകോ തഥ്യവാദീച ത്വാം വാച പരിതോഷയൻ. സുഖിപ്പിക്കും നിന്നെയാണ്. കാര്യം കരോതി, പക്ഷെ കാര്യം വരുമ്പോഴോ തസ്യ വൈ രാമമാതു സുപുഷ്കരം. കാര്യം വരുമ്പോൾ മാതാവിന് വേണ്ടിയാണ് ചെയ്യണത്. ഇനിയോ 60. മനസ്സേതന്നിധായൈവ പ്രേഷയാമാസത്തെ സുതം ഭരതം മാതുലകുലേ പ്രേഷയാമാസ സാനുജം. മനസ്സി ഏതത് നിധായ ഏവ. ഇത് നീയൊന്ന് മനസ്സിൽ വെച്ചോളൂ. തേ സുതം ഭരതം, നിന്റെ മകനായിട്ടുള്ള ഭരതനെ പ്രേഷയാമാസ കണ്ടു അയച്ചു കേകയത്തിലേക്ക്, നിന്റെ രാജധാനിയിലേക്ക്. മാതുലകുലേ സാനുജം പ്രേഷയാമാസ, എന്നിട്ട് ശത്രുഘ്നെയും അയച്ചു. അതായത് ഒരു കാര്യം നീ ആലോചിക്കണം. ഈ വിചാരം നിൻ്റെ മനസ്സിൽ ഇതൊന്ന് വേണം. എന്താ അറിയോ, ഭരതനെ നിൻ്റെ അമ്മാവനെ ഭരതൻ്റെ അമ്മാവനെ നിൻ്റെ സഹോദരനെ കാണാനായിട്ട് കേകയ രാജ്യത്തിലേക്ക് അയച്ചു. കൂടെ ശത്രുഘ്നെ അയച്ചു. മനസ്സേതന്നിധായൈവ പ്രേഷയാമാസത്തെ സുതം ഭരതം മാതുലകുലേ പ്രേഷയാമാസ സാനുജം. സുമിത്രായ സമീചീനം ഭവിഷ്യതി ന സംശയ ലക്ഷ്മണോ രാമൻ മന്വേദി രാജ്യം സോനുഭവിഷ്യതി. സുമിത്രായാഹ സമീചീനം ഭവിഷ്യതി. സുമിത്രയ്ക്ക് നല്ല തന്നെ വരിക. എന്താ കാരണം വെച്ചാൽ ന സംശയ, സുമിത്രയുടെ കാര്യം പേടിക്കാനില്ല, സംശയമില്ല. ലക്ഷ്മണ രാമം അന്വേദി. ലക്ഷ്മണൻ എപ്പോഴും രാമനെ അനുസരിക്കുന്ന ആളാണ്. സ രാജ്യം അനുഭവിഷ്യതി, അവൻ രാജ്യം അനുഭവിക്കും. അപ്പം ലക്ഷ്മണന് സുഖമാണ്. നിന്റെ മകനും ശത്രുഘ്നനാണപ്പോൾ സുഖമല്ലാത്തത്. എന്താ വെച്ചാൽ സുമിത്രയ്ക്ക് അതുകൊണ്ടൊന്നും പേടിക്കാനില്ല. സുമിത്രയുടെ മകൻ ലക്ഷ്മണൻ, ഒരു മകൻ രാജാവിൻ്റെ എല്ലാ രാജാവും പറഞ്ഞ അനുസരിക്കുക. അപ്പോൾ പ്രാക്ടിക്കലി ലക്ഷ്മണൻ തന്നെയാവും രാജ്യം ഭരിക്കുക എന്ന് പറയാം. അത്ര ഇഷ്ടമാണ് ശ്രീരാമനെ. സുമിത്രായ സമീചീനം ഭവിഷ്യതി ന സംശയ. സുഖവും സുമിത്രയ്ക്ക്, നിനക്ക് മാത്രമേ സുഖമില്ലാതെ ഉണ്ടാവുള്ളൂ. ലക്ഷ്മണോ രാമമന്വേദി രാജ്യം സോനുഭവിഷ്യതി. പിന്നെയോ ഭരതോ രാഘവസ്യാഗ്രേ കിം കരോ വാ ഭവിഷ്യതി വിവാസ്യദേവ നഗരാൽ പ്രാണൈർവാ ഹ്യാപ്യതേ ചിരാൽ. ഭരത രാഘവസ്യ അഗ്രേ. ഭരതൻ്റെ കഥ എന്താവും? ശ്രീരാമൻ്റെ മുമ്പിൽ കിങ്കരഹ വാ ഭവിഷ്യതി, വെറും ഭൃത്യനായി തീരും. കണ്ടോളൂ, ഇങ്ങനെ സംഭവിച്ചാൽ ലക്ഷ്മണൻ ശ്രീരാമന് വേണ്ടി വേണമെങ്കിൽ രാജ്യം തന്നെ ഭരിക്കും. പക്ഷേ
നിന്റെ മകനായിട്ടുള്ള ഭരതൻ ഉണ്ടല്ലോ വെറും ഒരു ദാസനെ പോലെ, ഒരു ഭൃത്യനെ പോലെ ആവും. നഗരാൽ വിവാസ്യതേവ, ചിലപ്പോൾ നാട് കടത്തി തന്നെ വരാം. നഗരാത് വിവാസ്യത, ഭരതനെ നിന്റെ മകന് നാട് കടത്തന്നെ ഇപ്പോൾ ഇഷ്ടമല്ല തോന്നി, എന്തെങ്കിലും ഇഷ്ടമല്ലാത്ത പറഞ്ഞു വെച്ചാൽ നാട് കടത്തന്നെ ചെയ്തു എന്ന് വരാം. അചിരാത് പ്രാണൈഹി അഹാപ്യദേവ, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കോപത്തിന് ഇരയായാൽ കൊന്നു തന്നെ വരാം, വധം തന്നെ ചെയ്തു വരാം. എന്താ പറഞ്ഞു കൊടുക്കണം നോക്കൂ. ഭരതൻ ഒന്നുകിൽ രാമൻ്റെ ഭൃത്യനാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കിന്ന് വരാം. ഇല്ലാച്ചാൽ രാമൻ്റെ ഇഷ്ടത്തിനല്ലാതെ നിന്നു വെച്ചാൽ ചിലപ്പോൾ വധിക്കനെ ചെയ്തു എന്ന് വരാം. ഭരതോ രാഘവസ്യാഗ്രേ കിം കരോ വാ ഭവിഷ്യതി വിവാസ്യദേവ നഗരാത് പ്രാണേർവാ ഹ്യാപ്യതേ ചിരാൽ. എന്തു തന്നെ സംഭവിക്കാം എന്ന് പറയണം. സോറി കേട്ടോ. ത്വം തു ദാസീവ കൗസല്യം നിത്യം പരിചരിഷ്യസി തതോപി മരണം ശ്രേയോ യൽ സപത്ന്യാ പരാഭവ. ത്വം തു, നീ നിന്റെ കാര്യോ, ദാസി ഇവ നിത്യം കൗസല്യം പരിചരിഷ്യസി, നീയ് കൗസല്യെ ഒരു ദാസിയെപ്പോലെ ദിവസേന പരിചരിക്കേണ്ടി വരും. ഭരതൻ ശ്രീരാമൻ്റെ ദാസനും നീയ് കൈകേയിയുടെ ദാസിയാവുന്ന. സപത്നിയ പരാഭവയത്, സപത്നിയിൽ നിന്ന് ഉള്ള എല്ലാ അവമാനവും സഹിക്കേണ്ടി വരും. തദ് അഭി മരണം ശ്രേയ, അതിനേക്കാളും നിനക്ക് മരണമാണ് ശ്രേയസ്കരം എന്ന് അത്രയും പറഞ്ഞു മന്ധര. ഭരതൻ രാമൻ്റെ ഭൃത്യനാണെന്ന് പറഞ്ഞുവല്ലോ കഴിഞ്ഞില്ലേ. നിന്റെ കാര്യമാണെങ്കിലും അതിലേറെ കഷ്ടം, നീ കൗസല്യയുടെ ദാസിയായിട്ട് പരിചരിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. മാത്രമല്ല എപ്പോഴും ആ സപത്നി ഭയങ്കര മത്സരം, സപത്നിയായിട്ടുള്ള നിന്നെ മത്സരം കൊണ്ട് ബുദ്ധിമുട്ടിക്കും, നിന്നെ വളരെയധികം വിഷമിപ്പിക്കും. അങ്ങനെയൊക്കെ ജീവിക്കണേക്കാളും ഭേദം മരിക്കന്നെയാണ് നിനക്ക് നല്ലതാന്ന് കൗസല്യെ കൺവിൻസ് ചെയ്യാണ്. എത്ര എന്താല്ലേ സരസ്വതി ഭഗവതിയുടെ ഒരു പ്രസാദം കൊണ്ടേ. എന്താണ് പറയാ, എഴുത്തച്ഛൻ പറയണമെന്ന് നമുക്ക് നോക്കാട്ടോ. പക്ഷെ കുറച്ച് വ്യത്യാസത്തിൽ അതിൽ പറഞ്ഞത്. കാരണം എന്താ അറിയോ, പിന്നെ ഇതിൽ പറഞ്ഞത് പിന്നെന്താണ്, കൈകേയി കണ്ടു രാജ്യമൊക്കെ അലങ്കരിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നും അറിയില്ലല്ലോ. ഇതിലിപ്പോൾ എങ്ങനെയാണ് പിന്നെ മുനിത്തച്ഛൻ പറയണ, മന്ധരെ ചൊല്ലൂ നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ, അങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെയാണ്. നാളികലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം, ദുർഭഗേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീയുറങ്ങിയിടൊന്നറിയാതെ. അതൊക്കെ അതുപോലെ തന്നെ. ഏറിയോരാപത്തു വന്നടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ലെന്നു നിർണയം, രാമാഭിഷേകം അടുത്ത നാളുണ്ടെടോ കാമിനിമാർക്കുല മൗലിമാണിക്യമേ. ഇത്തമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചുത്ഥാനവും ചെയ്തു കേകയ പുത്രിയും. നീട്ടു പറഞ്ഞില്ലേ, ചിത്രമായൊരു ചാമീകര നൂപുരം വത്സരെ ചിത്തമോദേന നൽകിയിടിനാളാദരാൽ. എന്നിട്ട് കൈകേയി എന്താ പറഞ്ഞ്,
സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപം ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. പിന്നെന്താ പാവല്ലേ കൈകേയി. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിയുക നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമ നന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറകയില്ലൊട്ടുമേ ഭേദം അവനില്ലൊരിക്കലും. അശ്രാന്തമെന്നെ അത്രേ മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ. ഒരു വ്യത്യാസം, ചെറിയൊരു വ്യത്യാസം ഇപ്പോൾ കണ്ടത് നമ്മളെന്താ വെച്ചാൽ മന്ധരോട് അങ്ങോട്ട് ചോദിക്കുകയാണ് എന്താ അലങ്കാരങ്ങളൊക്കെ എന്ന്. നേരെ തിരിച്ച് ഇതിൽ മന്ധരൻ തന്നെയാണ് എല്ലാ അലങ്കാരങ്ങൾ പോലും കണ്ടിട്ടില്ല എന്നുള്ള നിലയ്ക്കാണ് പിന്നെ ആധ്യാത്മരാമായണത്തിൽ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നല്ല രസമാണ് എഴുത്തച്ഛൻ്റെ, നമുക്ക് മലയാളത്തിലാവുകൊണ്ടേ. അപ്പം അങ്ങോട്ട് പറയണത് എന്താ മന്ധര, പാപേ മഹാഭയ കാരണം കേൾക്ക നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ ദശരഥനെ. ത്വൽപുത്രനായ ഭരതനെയും ബലാൽ ത്വൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതു വേണച്ചയച്ചതാണ് ശ്രീരാമനെയും അല്ല ഭരതനെയും ശത്രുഘ്നനെയും. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം. ലക്ഷ്മണൻ സുഖായി. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായോരു നീ ദാസിയായി നിത്യവും. കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും. സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ. നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാമൊരു വാട്ടം വരാതെ വധിച്ചിടുകിലും സാപത്ന്യജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴുകയിൽ. നല്ലു മരണം അതിനില്ല സംശയം, അതിനേക്കാൾ നല്ലത് മരിക്കുക. നല്ലു മരണം അതിനില്ല സംശയം കൊല്ലുവാൻ ഞാൻ തവ നൽകതു കേൾക്ക നീ. അതാണ് ഇതേ കാര്യം തന്നെ എഴുത്തച്ഛൻ മലയാളത്തിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് എത്ര സമയമായതുകൊണ്ട് 23 മിനിറ്റായി, ഞാൻ നിർത്താട്ടോ ഇതാല്. അപ്പോൾ നമുക്ക് 63 ചൊല്ലിപ്പിടെ നിർത്താം. അല്ല അതെ, അത് നമുക്ക് ആ 64 കൂടി വായിക്കാം. 63 വായിച്ച് 64 വായിക്കാം. ത്വം തു ദാസീവ കൗസല്യം നിത്യം പരിചരിഷ്യസി തതോപി മരണം ശ്രേയോ യൽ സപത്ന്യാ പരാഭവ. അതശീഘ്രം യതസ്വാദ്യ ഭരതസ്യാഭിഷേചനേ രാമസ്യ വനവാസാർത്ഥം വർഷാണി നവപഞ്ചച. അപ്പം നീ ഒരു കാര്യം ചെയ്യണമെന്ന്, എന്താ അറിയോ, അതാ ഭരതസ്യ അഭിഷേചനേ, അതുകൊണ്ട് ഭരതൻ്റെ അഭിഷേകത്തിലും രാമസ്യ നവപഞ്ചവർഷാണി വനവാസാർത്ഥം ച 9 5 14 നവപഞ്ചവർഷാണി ച എന്താ 9 പഞ്ചവർഷം 9 5 14 രാമൻ്റെ 14 വർഷക്കാലം വനവാസത്തിനായിക്കൊണ്ടും ശീഘ്രം അധ്യായതസ്വ വേഗം ഇപ്പോൾ നീ ശ്രമിക്കണം എന്ന്. എന്താ 2 കാര്യം നീ എപ്പം ശ്രമിക്കണം, നീ രക്ഷപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ നീ ദാസിയെ പോലെ ജീവിക്കേണ്ടി വരും മരണത്തിന് സമായിട്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അതിന് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പം 2 കാര്യം ചെയ്യണം. ഒന്ന്, ഭരതനെ അഭിഷേകം ചെയ്യിപ്പിക്കണം. ശ്രീരാമന് പകരം ഭരതനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യിപ്പിക്കണം. പിന്നെയോ രാമനെ
നവപഞ്ചവർഷാണി ചാന്ത 9 5 14 വർഷം കാട്ടിൽ പോയി വസിക്കണമെന്ന് നീ പറയണം. ഇത് രണ്ടും നടപ്പാക്കാൻ നീ ഇപ്പം ശ്രമിക്കണം എന്നാണ്. കണ്ടോ, യത്നിച്ചാലും അല്ലേ. ശീഘ്രം അധ്യായതസ്വ, അതിനുവേണ്ടി നീ ഇപ്പം പ്രയത്നിക്കണം. എന്താ? ഒന്ന്, ശ്രീരാമന് പകരം ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യണമെന്നും ശ്രീരാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണമെന്നും ഈ 2 കാര്യം നീ ഇപ്പം തന്നെ നിൻ്റെ പ്രയത്നം കൊണ്ട് സാധിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് 64 വായിച്ച് ഇന്നത്തെ നിർത്താം. അതശീഘ്രം യതസ്വാദ്യ ഭരതസ്യാഭിഷേചനേ രാമസ്യ വനവാസാർത്ഥം വർഷാണി 9 ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.